Hi friends, എല്ലാവർക്കും പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ MQ135 സെൻസർ Arduino ആയിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ പറയാൻ പോവുകയാണ്. ഈ സെൻസറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ സെൻസർ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ്, ഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസസ്, അതായത് LPG അങ്ങനത്തെ ടൈപ്പ് ഗ്യാസസ്, സ്മോക്ക്, ആൽക്കഹോളിക് മെറ്റീരിയൽ ഇതെല്ലാം കാണുമ്പോൾ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇത് അലാറം അടിക്കും. ഇന്നത്തെ പ്രോജക്റ്റിൽ ഞാൻ LPG ടൈപ്പ് ഗ്യാസ് വെച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു കൂളിംഗ് ഫാന്, പിന്നെ Arduino Uno, ഒരു MQ135 ഗ്യാസ് സെൻസർ, 1 ചാനൽ റിലേ, ബ്രെഡ് ബോർഡ്, LCD 16:2 ഡിസ്പ്ലേ, ഒരു ബസർ, പിന്നെ ഒരു റെഡ് LED. ഇതാണ് MQ135 ഗ്യാസ് സെൻസർ. ഇതിന് കുറെ ടൈപ്പ് ഹാർംഫുൾ ഗ്യാസ് സെൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ MQ135ന്റെ ഡാറ്റ ഷീറ്റ്. ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ഈ സെൻസറിന് എന്തൊക്കെ ടൈപ്പ് ഗ്യാസ് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പറ്റും. NH3 അതായത് അമോണിയ ഗ്യാസ്, NOx അതായത് നൈട്രിക് ഓക്സൈഡ്, പിന്നെ ആൽക്കഹോൾ, സ്മോക്ക്, ബെൻസീൻ, പിന്നെ അതുപോലത്തെ കുറെ ടൈപ്പ് ഹാർംഫുൾ ഗ്യാസസ് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻ അതുപോലത്തെ അത് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴെ നമുക്ക് ഇതിന്റെ പ്രീ ഹീറ്റിംഗ് ടൈം കാണാൻ പറ്റും. പ്രീ ഹീറ്റിംഗ് ടൈം അറ്റ്ലീസ്റ്റ് 24 hours ആണ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെൻസറിലേക്ക് വോൾട്ടേജ് കൊടുക്കും. ഈ സെൻസറിന്റെ അകത്ത് ഒരു ബിൽറ്റ് ഇൻ നിക്രോം വയർ ഉണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിന്റെ അകത്തുള്ള ടിൻ ഓക്സൈഡ് ചൂടാകുമ്പോൾ ഇതിന് കറക്റ്റ് ആക്യുറസി കിട്ടും. അപ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഔട്ട്പുട്ട് ആയിട്ട് തരണത്. ഇവ നമുക്കൊരു ഡയഗ്രം കാണാൻ പറ്റും. ഇതാണ് MQ135 സെൻസറിന്റെ അകത്തുള്ള ഇമേജ്. ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ടിൻ ഓക്സൈഡ് അല്ലെങ്കിൽ SnO2 വെച്ചാണ് കവർ ചെയ്തേക്കണം. ഇതിന്റെ അടിയിലത്തെ തൊട്ടടിയിലത്തെ ലെയർ അലൂമിനിയം ഓക്സൈഡ് വെച്ച് ഉണ്ടാക്കിയേക്കണം. ഈ ലെയറിന്റെ സെൻട്രലിൽ നമുക്ക് ഒരു ഹീറ്റിംഗ് എലമെന്റ് കാണാൻ പറ്റും. നിക്കൽ ക്രോമിയം വെച്ച് ഉണ്ടാക്കി, അതായത് നിക്രോം വയർ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അതിന്റെ സൈഡിൽ 4 ഇലക്ട്രോഡ് കാണാൻ പറ്റും. ഇത് ഗോൾഡ് വെച്ച് ആയിക്കോ ഉണ്ടാക്കിയേക്കണം. പിന്നെ അതിന്റെ സൈഡിൽ ഇലക്ട്രോഡിന്റെ റോഡ് ഉണ്ടാവും, പ്ലാറ്റിനം വെച്ച് ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന് ടോട്ടല് 6 പിൻസ് ഉണ്ട്. 4 പിൻ ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് 2 പിന്ന് നിക്രോം വയറിന് വേണ്ടി. ഇതാണ് MQ135ന്റെ ഇന്റേണൽ സ്ട്രക്ചർ. പിന്നെ ഓരോ സമയം ഗ്യാസ് സെൻസ് ചെയ്യുമ്പോ ഇതിന്റെ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യണത്. ഈ സെൻസറിന് 2 ഔട്ട്പുട്ട് ഉണ്ട്. ഒന്ന് ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഒന്ന് അനലോഗ് ഔട്ട്പുട്ട്. ഇപ്പൊ നമുക്ക് അന്ന് തന്നെ അനലോഗ് ഔട്ട്പുട്ട് Arduinoയിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പ്രോഗ്രാം Arduinoയിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഈ പ്രോഗ്രാമില് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം, അതായത് Arduinoന്റെ അനലോഗ് ഇൻപുട്ടിൽ വാല്യൂസ് സീരിയൽ പ്ലോട്ടറിൽ പ്രിന്റ് ചെയ്യാനാണ് ഈ പ്രോഗ്രാമിന്റെ ഉപയോഗം. MQ135 സെൻസറിന് ടോട്ടൽ 2 ഔട്ട്പുട്ട് ഉണ്ട്. ഒന്ന് ഡിജിറ്റൽ ഔട്ടും ഒന്ന് അനലോഗ് ഔട്ട്പുട്ടും. ഡിജിറ്റൽ ഔട്ട്പുട്ടിൽ 0s 1 ആയിക്കോളും, അനലോഗില് ലോങ് നമ്പേഴ്സ് ആയിക്കോളും. അങ്ങനെ നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് Arduinoയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സീരിയൽ പ്ലോട്ടർ ഓപ്പൺ ചെയ്യാം. പ്രോഗ്രാം Arduinoയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീരിയൽ പ്ലോട്ടർ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി Ctrl+Shift+L പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ കാണുന്നതാണ് സീരിയൽ പ്ലോട്ടർ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റഡി ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പൊ നമുക്ക് സഡൻ ആയിട്ട് ഒരു പീക്ക് കാണാൻ പറ്റും അനലോഗ് ഇൻപുട്ടില്. MQ135ന് പുറകിലൊരു പൊട്ടൻഷ്യോമീറ്റർ കാണാൻ പറ്റും. ഇതിന്റെ ഉപയോഗം കാലിബ്രേറ്റ് ചെയ്യാന്, അതായത് ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് ഗ്യാസ് സെൻസ് ചെയ്യുമ്പോൾ എത്ര സെൻസിറ്റീവിലാണ് ഇത് ഔട്ട്പുട്ട് ഓൺ ആക്കണ്ടേന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാനാണ് ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഉപയോഗം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടൻഷ്യോമീറ്റർ കാലിബ്രേറ്റ് ചെയ്യാം. MQ135ന്റെ രണ്ടാമത്തെ LED ജസ്റ്റ് കത്താത്ത രീതിയിൽ ആയിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ലൈറ്ററിന്റെ അടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ടാമത്തെ LED കത്തണ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കെട്ടുപോകും. ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ ഒരു സർക്യൂട്ട് കാണാം. ഈ സർക്യൂട്ടിനനുസരിച്ച് Arduinoയിട്ട് കണക്ട് ചെയ്താൽ മതി.
ടെസ്റ്റ്. പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ലൈറ്ററിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു നോക്കണം. അപ്പോൾ കാണിക്കണമെങ്കിൽ ബസറും LED-യും ബ്ലിങ്ക് ചെയ്യണം, ഡിസ്പ്ലേയും ബ്ലിങ്ക് ചെയ്യണം, പിന്നെ ഈ ഫാനും ഓൺ ആവണം. പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.